ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ദോഹ പോർട്ടിൽ നടക്കുന്ന കൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് കണ്ടാലോ? കടൽക്കാക്കകൾ കണ്ടില്ല. ഓരോരുത്തർ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ വേണ്ടി കയ്യിൽ വന്നിട്ട് വാങ്ങിയിട്ട് പോകും. ഓക്കെ, ഇതാണ് പട്ടങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. കടൽക്കാക്ക ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് കൈറ്റ്. അത് ഭയങ്കര രസമാണ്. ഞങ്ങളൊക്കെ ഓരോ ഫുഡ് കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടും കല്ലൊക്കെ നിരത്തിയിട്ട് എന്താ രസമല്ലേ. കല്ലൊക്കെ നിരത്തിയിട്ട് എന്താ രസം. മറ്റാളെ നടന്ന് തളർന്നു തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, ദോഹ പോർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു വെള്ളത്തിലൊരു കഫേ, കോഫി ഷോപ്പ് ഇതൊക്കെ കൂടി ആയിട്ടുള്ള രസമുണ്ടല്ലേ. വെള്ളത്തിലിങ്ങനെ ഓക്കെ. നമ്മളിതെങ്ങനെ അങ്ങോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണാൻ നല്ല രസമല്ലേ. എന്ത് രസമുണ്ടെന്നൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയെന്ന് അറിയില്ല. പക്ഷെ ഈ പട്ടങ്ങളിങ്ങനെ പറക്കുന്നത് പല തരത്തിലുള്ള പട്ടങ്ങൾ. അവസാനം നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. കണ്ടില്ല, എൻ്റെ പുറകിൽ ബാലൻസ് ആയിട്ടുള്ള കൈറ്റാണ്. വെരി അമേസിംഗ്, വെരി നൈസ്. കുറച്ച് മുന്നോട്ട് പോയേക്കുവാ. നോക്കിയേ, ഇവിടെ ആകാശ കാഴ്ചകളാണ് ഉള്ളത്. എല്ലാവരും ഉണ്ട്. വലിയ വലിയ അതൊക്കെയാ. നമുക്കത് മേലേക്ക് നോക്കുമ്പോൾ ചെറുതായി തോന്നുന്നു, നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല വലുപ്പമുണ്ട്. ഓക്കെ, എന്ത് ഭംഗിയാന്നൊക്കെ. ഇവിടെ മൊത്തം ആകാശ കാഴ്ചകളാണ്. ഒടുവിൽ നമ്മളെ കയ്യിൽ കിട്ടിയൊരു പട്ടം. അതാ ആ തല തിരിഞ്ഞിട്ടൊക്കെ പോണത്. നമ്മളെ കയ്യിൽ കിട്ടിയൊരു പട്ടം. ഓക്കെ, എല്ലാ ആൾക്കാരും ഉണ്ട്. ഓൾ കൈൻഡ് ഓഫ് കൈറ്റ്സ്. സീ, അതിൻ്റെ ഒരു വലിയ പട്ടം കൂടിയതാ. ഒരുപാട് പട്ടങ്ങളൊക്കെ മനോഹരമായിട്ടുള്ള ഭയങ്കര ജൈന്റ് ആയിട്ടുള്ള കൈറ്റ്സ് ആണ്. നിന്റെ ബാക്കിൽ കാണുന്നത് റാണിയാണോ അതാ കുട്ടികളതാണ്? അത് പിടിക്കണ്ട. കുട്ടികളെ പെട്ട അതിൽ പോയി കുളച്ചിരിക്കുന്നു തോന്നുന്നുണ്ട്. ബാക്കിലേക്ക് നോക്കിയാൽ അതെന്താണ്? റാണിയാണോ മത്സ്യകന്യകയാണോ? പിള്ളേരൊരു പട്ടം കൊണ്ട് ഇവിടെ സ്വീപ്പ് ആയിക്കാൻ തോന്നുന്നുണ്ട്. ഓരോ ആൾക്കാർ ഇവിടെ പട്ടം വിൽക്കുന്ന ഷോപ്പുണ്ട്, അതിനകത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇതൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. നൂലൊക്കെ ഉണ്ട്. നൂല് നമുക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വേണ്ട പിള്ളേരെ എൻ്റെ പൊന്നെ ഇതാ വരുന്നു നമ്മുടെ തലയിൽ. പിള്ളേർ പറത്തി നോക്കിയാണ്.
പിള്ളേർ പറത്തിയിട്ട് പൊങ്ങുണ്ടോ നോക്കട്ടെ. ആ പൊങ്ങണില്ല, പക്ഷെ പൊങ്ങുന്നുണ്ട്. കാറ്റിനനുസരിച്ചിട്ടാണ്. ഇതാണ് ഇവളാണ് ഇവിടുന്ന് പറത്തിക്കൊണ്ടിരിക്കുന്നത്. അവൾ വിചാരിച്ചിടത്ത് കാര്യം നടക്കുന്നില്ല. ബാറ്റ്മാൻ പോയി ഇപ്പോൾ മുട്ടിട്ടാ. കുഴപ്പമില്ല, ആള് ഉഷാറാട്ടാ. പ്രോഗ്രാമുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇവിടെ പട്ടങ്ങൾ വെക്കുന്ന ഷോപ്പ് ഒന്നുണ്ട്. ഇവിടെയൊക്കെ സെയിൽ നടന്നുകൊണ്ടിരിക്കുക, പല ഐറ്റംസുള്ള. ഏകദേശം രാത്രിയായി. രാത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ 6 മണിയായി കഴിഞ്ഞാൽ രാത്രിയായി. കൈറ്റിന്റെ വമ്പൻ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. 70 റിയാലാണ് അവരെ പറയുന്ന പ്രൈസ്. ഇവിടെയൊക്കെ പട്ടത്തിന്റെ വമ്പൻ കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. ഇരുട്ടായി രാത്രി ആയതുകൊണ്ട് ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടുത്തെ ലൈറ്റ് ഇവിടെയൊക്കെ നിരവധി ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങളും ഒരു ചായയൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഇരിക്കുക. ചെറിയ തണുപ്പുണ്ട്. ഒരു ചായയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. രാത്രി 10 മണി വരെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇതാ അമ്മച്ചി ഒരു പട്ടം പറപ്പിക്കുന്നുണ്ട്. ഇത് നമ്മളെ തലയിലേക്കൊക്കെ വരുന്നുണ്ട്. അമ്മച്ചി മറ്റേ ഫിഷിംഗ് ഗണ്ണായിട്ടാണ് പറപ്പിക്കുന്നത്. ഫിഷിംഗ് ഗണ്ണാണ് കയ്യിലുള്ളത്. അത് ഇത്ര ഉയരത്തിൽ പോയിട്ടുള്ളൂ. ആളെ കാണാൻ നോക്കിയേ, പട്ടം കാണാൻ നോക്കിയേ. ഇതാ ഒരു കുട്ടി പട്ടം പിടിച്ച് നിൽക്കുന്നു. ആകെ മൊത്തം ഒരു പട്ടവിശേഷമാണ് എന്നിട്ട് നമ്മുടെ വീഡിയോ ഫുൾ പട്ടങ്ങളാണ്. ഏതൊക്കെ തരത്തിലുള്ള പട്ടാണ് എന്തെല്ലാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പോലും അറിയില്ല. അപ്പൊ നമ്മളവിടെ പട്ടം എന്ന് പറയും, വേറെ സ്ഥലത്ത് വേറെ വാക്കാണോ? നീ പട്ടം തന്നെയല്ലേ അറിയാം. പട്ടം തന്നെയാണ് മലയാളത്തിൽ പറയും. വേറെ വാക്കുകളുണ്ടോ? നമുക്കറിയില്ല. നിങ്ങളും കൂടെ ഒന്ന് പറയാ, കമന്റിൽ ഇടുക. ഇവിടെ അതിപ്പോൾ 6 മണിയായിട്ടുള്ളൂ. എന്തൊരു ഇരുട്ടായി എന്നറിയാം. മേലൊക്കെ കണ്ട 6 മണിയായിട്ടുള്ള രാത്രി. ഇപ്പോൾ എത്ര ഇരുട്ടായി നോക്കിയാ. ബാക്കിൽ ഭയങ്കര എന്താ പറയാ, എനർജറ്റിക് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അവർ ഫുൾ ഹാപ്പിയാ. പട്ടം, കുറേ റൈഡ്സും പിന്നെ അവരുടെ ഇഷ്ടപ്പെട്ട ക്യാൻഡിയും ഒക്കെ ആയിട്ട് അവരൊക്കെ ഫുൾ ചില്ലായിട്ടുള്ളിരിക്കുക. കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പിള്ളേരൊക്കെ നല്ല ഹാപ്പി. അതൊക്കെയാ ഈ അമ്മച്ചി പറപ്പിക്കുന്നുണ്ടോ? ഒരു പരുന്തിനെ പറപ്പിക്കുന്നത്. പരുന്തി ചിലപ്പോൾ തലയിൽ വന്ന് കൊത്തുന്നു തോന്നുന്നുണ്ട്. എന്താണ് ഉപയോഗിച്ച് പറപ്പിക്കണതൊക്കെ. സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ദോഹയിലെ ടെമ്പറേച്ചർ വരുന്നത് 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. നല്ല അടിപൊളി തണുപ്പാണ്. നല്ല നമുക്ക് എൻജോയബിൾ ആണ്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഫാമിലീസ്, കുട്ടികളൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നത്. രാത്രി 10 മണി വരെ ഉണ്ട്. ഇവിടെ നിരവധി ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിതങ്ങനെ ഇവിടെ ഒന്ന് ആളുകളൊക്കെ ഫുഡ് അടിച്ച് കൈറ്റ് ഫെസ്റ്റ് എല്ലാം കണ്ട് നല്ല ഫുൾ ചിൽ മൂഡിലാണുള്ളത്. നല്ല വൈബാണ്. പക്ഷെ എല്ലാത്തിനും പൈസ ഇത്തിരി കൂടുതലുമാണ്. കറക്റ്റ് ടീക്ക് എത്ര പറഞ്ഞത്? കറക്റ്റ് ചായ ഒരു റിയാലിന്റെ കറക്റ്റ് ചായക്ക് ഇവിടെ 5 റിയാലാണ് ഗൈസ്. ചെയ്യാനില്ല. പിള്ളേർക്കൊക്കെ ഒന്നും ഉറക്കില്ല. ചെറിയ പട്ടം കൊണ്ടൊക്കെ നടക്കുന്നുണ്ടില്ലേ? അല്ല ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. We are expecting all your support and we are expecting your likes and comments. Thank you.